നമസ്കാരം. മലയാള ബിഗ് ബോസ് താരം സിജോയുടെ വിവാഹ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നത്. സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളടക്കം ബിഗ് ബോസ് താരങ്ങളും വിവാഹത്തിനും വിവാഹ സൽക്കാരത്തിനും പങ്കെടുത്തിരുന്നു. 5 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ലിനുവിനെ താലികെട്ടി സിജോ സ്വന്തമാക്കിയത്. ബിഗ് ബോസ് താരം സിജോയുടെ വിവാഹത്തിനിടെ മറ്റൊരു താരമായ നോറ സിജോയുടെ മുഖത്ത് കേക്ക് തേക്കുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു. പിന്നാലെ വീഡിയോ സ്റ്റോറിയാക്കി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ ദിയ കൃഷ്ണ രൂക്ഷമായി പ്രതികരിച്ചു. തന്റെ ഭർത്താവിനോടാണ് ഇത് ചെയ്തതെങ്കിൽ ആൾ ബാക്കിയുണ്ടാകില്ലെന്നായിരുന്നു ദിയ കുറിച്ചത്. കൂടാതെ യൂട്യൂബറായ സായി കൃഷ്ണയും ഭാര്യ സ്നേഹയും ചുംബിക്കുന്ന ഒരു വൈറൽ വീഡിയോയ്ക്ക് താഴെ സായിയെ പരിഹസിച്ചും ദിയ കമന്റ് ഇട്ടിരുന്നു. ഇപ്പോഴത്തെ ഇതിനെല്ലാം ചുട്ട മറുപടി നൽകുകയാണ് സായി കൃഷ്ണയും ഭാര്യ സ്നേഹയും. വിവാഹ ദിവസം നടന്ന റിസപ്ഷനിൽ സിജോയുടെ മുഖത്ത് നോറ കേക്ക് തേക്കുന്ന വീഡിയോ പങ്കുവച്ചുകൊണ്ടായിരുന്നു ദിയ കൃഷ്ണയുടെ വിമർശനം. ഇവർ ആരാണെന്ന് അറിയില്ലെങ്കിലും തന്റെ ഭർത്താവിന്റെ മുഖത്താണ് വിവാഹ ദിവസം ഇത്തരത്തിൽ ആരെങ്കിലും കേക്ക് വാരി തേക്കുന്നതെങ്കിൽ അയാൾ പിന്നീടൊരു ദിവസം കൂടി കേക്ക് കഴിക്കാനായി ഉണ്ടാകില്ല എന്നാണ് ദിയ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത്. ദിയയുടെ കമന്റുകൾ വൈറലായതിന് പിന്നാലെയാണ് ഈ സംഭവത്തിൽ വിശദീകരണവുമായി സിജോ രംഗത്തെത്തിയത്. ഞങ്ങൾക്കിടയിൽ ഒതുങ്ങി നിന്ന ഒരു സംഭവമാണ്, പക്ഷെ ആ വീഡിയോ വൈറലായി. നിരവധി ആളുകൾ വിമർശിച്ചു. അതിനൊക്കെ അവർക്ക് അധികാരമുണ്ട്. എന്നാൽ അതിനിടയിലേക്ക് ഒരാൾ കയറി വരുന്നത് അവർക്ക് നമ്മൾ ആരാണെന്നൊന്നും അറിയില്ല. അവരുടെ കമന്റ് കണ്ടപ്പോൾ ഓക്കെ, അവർ അവർക്ക് തോന്നിയത് പറയുന്നു എന്ന രീതിയിൽ ഞാൻ അത് വിട്ടു. പ്രതികരിക്കാനും അഭിപ്രായം പറയാനും നിന്നില്ല. അവർ അത് നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞ കാര്യമല്ലെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അവർക്ക് പെട്ടെന്ന് കുറച്ചുകൂടെ വൈറാലിറ്റി ഉണ്ടാകണം, നമ്മളെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കണം എന്നല്ല. അവർക്ക് ഇപ്പോൾ ഒരു ടോപ്പിക് വേണം. നല്ല ഉദ്ദേശത്തോടെയുള്ള പ്രതികരണമാണെങ്കിൽ ഓക്കെ, എന്നാൽ ഇത് അങ്ങനെയല്ല. ഒരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് 2 വഞ്ചിയിൽ കാലുവെക്കുന്ന പരിപാടിയാണ് അവർ കാണിച്ചത്. പ്രതികരിച്ചത് വലിയ ആളായതുകൊണ്ട് മനോരമയിലൊക്കെ വാർത്ത വന്നു. ഈ സാഹചര്യത്തിൽ നോറയ്ക്ക് സ്വാഭാവികമായി മാനസിക വിഷമം കാണും. അതുകൊണ്ട് തന്നെ ഞാനും ലിനുവും അവളെ വിളിച്ച് സംസാരിച്ചു. എനിക്ക് വ്യക്തിപരമായി യാതൊരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. നോറ പറഞ്ഞതുപോലെ അത് അവളുടെ ഒരു പ്രതികാരമായിരുന്നു. അവളുടെ പിറന്നാളിന് അവളുടെ കാമുകന്റെ കൂടെ പിന്തുണയിൽ മുഖത്ത് കേക്ക് തേക്കുകയും അവളെ എടുത്ത് പൂളിൽ ഇടുകയും ചെയ്തിരുന്നു. അന്ന് ഞങ്ങൾ അതൊക്കെ വളരെയധികം ആസ്വദിച്ചു. എന്റെ കല്യാണത്തിന് വന്നപ്പോൾ തന്നെ അവൾ പറഞ്ഞിരുന്നു ഞാൻ അന്നത്തേതിന് പ്രതികാരം ചെയ്യുമെന്ന്. പക്ഷെ അവസാനമായിരിക്കുമെന്ന് വ്യക്തമാക്കി. പരിപാടി കഴിയാറായപ്പോൾ അവൾ വന്ന് കേക്ക് തേക്കുകയും ചെയ്തു. പെട്ടെന്ന് ഞാനും ലിനുവും ഒക്കെ ഷോക്കായി പോയെന്ന് സത്യം. പക്ഷെ അവൾ എന്തുകൊണ്ട് കേക്ക് തേച്ചു എന്നുള്ളത് എനിക്കറിയാം. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഇത് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും ഞങ്ങൾക്കിടയിൽ അത് ഒരു തമാശ നിമിഷമാണ്. ഞാനും തിരിച്ച് അവളുടെ മുഖത്ത് കേക്ക് തേച്ചിട്ടുണ്ട്. ഒടുവിൽ എല്ലാവരും പൂളിലൊക്കെ ചാടിയാണ് തിരികെ പോയത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ദിയയുടെ കമന്റ് വരുന്നത്. എന്റെ ഭർത്താവിന്റെ ദേഹത്ത് കേക്ക് തേച്ചാൽ അവൾ അടുത്ത ദിവസം ഉണ്ടാകില്ലെന്നൊക്കെയാണ് പറയുന്നത്. ദിയ കൃഷ്ണ എന്തു ചെയ്യും? കൊല്ലുമോ? കൊന്നാൽ ജയിലിൽ പോകും. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, പണ്ട് കുഴി കുത്തി കഞ്ഞി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലൊന്നും കാര്യമില്ല. മാസ് അടിക്കാം, എന്നാൽ പറ്റുന്ന മാസ് മാത്രമേ അടിക്കാവൂ എന്നും സിജോ പറയുന്നു. ദിയയുടെ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ പറയുന്നതെന്നാണ് ആദ്യം ഞാൻ കരുതിയത്. എന്നാൽ പിന്നീടാണ് അവരുടെ ഒരു കമന്റ് കാണുന്നത്. അതോടെ എനിക്ക് മനസ്സിലായി ഇത് നല്ല ഉദ്ദേശത്തോടെ അല്ലെന്ന്. ഞാൻ ബാച്ചിലർ പാർട്ടിയുടെ അന്ന് ഞാനും ലിനുവും കിസ് ചെയ്തു. ഞങ്ങൾ പറഞ്ഞപ്പോൾ സ്നേഹയും സായിയും അതേ വേദിയിൽ വെച്ച് കിസ് ചെയ്തു. ആ വീഡിയോയ്ക്ക് താഴെ ഏതോ ഒരു വിവരം കെട്ടവൻ കുള്ളൻ എത്തുന്നുമില്ല എന്ന പക്ക ബോഡി ഷേമിംഗ് കമന്റ് ഇട്ടു. ആ കമന്റിന് 4 സ്മൈലി ആയിരുന്നു ദിയ കൃഷ്ണയുടെ റിപ്ലൈ. അവർക്ക് അതിന്റെ ആവശ്യമുണ്ടായിരുന്നു. നമ്മളെക്കാളും ഒക്കെ എത്രത്തോളം ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് അവർ. ഈ ചെയ്തത് അറുപോറൻ പരിപാടിയും തെമ്മാടിത്തരവുമാണ്. ചിദംബരം സായിയെ കുറിച്ച് പറഞ്ഞപ്പോഴും ദിയ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും സിജോ പറഞ്ഞു.